നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയെ ഒരു ആവേശത്തിന് കയറി ചൊറിഞ്ഞ് പാകിസ്ഥാൻ്റെ കയ്യിൽ ആയുധവുമില്ല, ഒരു കോപ്പുമില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിഞ്ഞതെന്ന് അറിയാമേല. കയ്യിൽ ആയുധബലമോ സാമ്പത്തിക ബലമോ ഇല്ല. ഇത് രണ്ടുമാണ് ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയാം. ഇത് രണ്ടും ഇല്ലാതായതോടെ നട്ടെല്ല് തന്നെ പാകിസ്ഥാൻ ഇല്ലെന്ന് പറയാം. പിന്നെ ഇന്ത്യയിൽ എന്ത് ചോരപ്പുഴ ഒഴുക്കാനാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ആയുധത്തിൻ്റെ കാര്യത്തിൽ കുത്തുപാളയെടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. പീരങ്കിപ്പടയുടെ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. ഒരു ചെറിയ സംഘത്തെ പോലും നേരിടാനുള്ള കഴിവില്ല. പിന്നെ ഇന്ത്യക്ക് നേരെ മുട്ടാൻ വന്നിരിക്കുന്നത് പാക് മേധാവി പോലും കുടുംബത്തെ സേഫാക്കി ഓടി ഒളിച്ചു. ഇന്ത്യയുമായി ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായാലും വെറും 96 മണിക്കൂർ മാത്രം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇന്ത്യയോട് മണിക്കൂറുകൾ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ എന്ന് സാരം. പാക് സൈന്യം നിർണായകമായ സൈനിക ഉപകരണങ്ങളുടെ ക്ഷാമം നേരിടുന്നതിനാൽ അവരുടെ യുദ്ധശേഷി വെറും 4 ദിവസമാണ്. ഉക്രൈനും ഇസ്രയേലുമായുള്ള അടുത്തിടെ നടന്ന ആയുധ കരാറാണ് പാക് സൈന്യത്തിൻ്റെ ആയുധത്തിൽ ഇത്രയ്ക്ക് ക്ഷാമത്തിന് കാരണമെന്നാണ് അവരുടെ വിശദീകരണം. ഇന്ത്യൻ സൈനിക നടപടിയെ നേരിടുന്നതിനായി M109 ഹോവിറ്റ്സറുടെ ആവശ്യമായ 155 mm ഷെല്ലുകളും BM-21 സിസ്റ്റങ്ങൾക്ക് ആവശ്യമായ 122 mm റോക്കറ്റുകളോ പാക് സൈന്യത്തിൻ്റെ പക്കലില്ല. സൈന്യത്തിൻ്റെ ആയുധക്ഷാമത്തെക്കുറിച്ച് കഴിഞ്ഞ മെയ് 2 നടന്ന പാക് സ്പെഷ്യൽ കോപ്പ് കമാൻഡേഴ്സ് യോഗത്തിൽ ചർച്ചയുയർന്നതായും വിവരമുണ്ട്. ദീർഘകാല സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന്റെ പക്കൽ ആയുധങ്ങളോ സാമ്പത്തിക ശക്തിയോ ഇല്ല എന്ന് പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ തുറന്നു സമ്മതിച്ചിരുന്നതാണ്. വെറുതെ ഭീഷണി ഉയർത്താം എന്നതിനപ്പുറം പാക്കിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നതാണ് പരമമായ സത്യം. പാക് ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെ അടപടലം പൂട്ടിയിരുന്നു. സിന്ധു ജല കരാർ റദ്ദാക്കുക മാത്രമല്ല, പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കും നിരോധിച്ചു. ഇന്ത്യൻ മണ്ണിൽ കഴിയുന്ന പാക് പൗരന്മാരെ നാടുകടത്തി. പാകിസ്ഥാനിൽ നിന്നുള്ളതോ കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ വസ്തുക്കളെയും നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി അല്ലെങ്കിൽ എല്ലാ ഗതാഗതവും നിരോധിച്ചു. എന്തായാലും പാകിസ്ഥാന്റെ ആയുധ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വന്നോടെ ശരിക്കും നട്ടലൊടിഞ്ഞ അവസ്ഥയിലാണ് പാകിസ്ഥാൻ. വീമ്പിളക്കുന്ന പാകിസ്ഥാന് സ്വന്തമായുള്ളത് വെറും വീമ്പ് പറച്ചിൽ മാത്രമാണ്. വർദ്ധിച്ചു വരുന്ന ആഗോള ഡിമാൻഡുകളും കാലഹരണപ്പെട്ട ഉൽപാദന സൗകര്യങ്ങളും കാരണം സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പാകിസ്ഥാന് ഓർഡിനൻസ് ഫാക്ടറികൾ ആയുധങ്ങൾ വീണ്ടും ലഭ്യമാക്കാൻ പാടുപെടുകയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം ഓർത്ത് ഒന്ന് ഒതുങ്ങിയാൽ പാകിസ്ഥാന് കൊള്ളാം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.